ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരിമറി, അഴിമതി, ഗൂഢാലോചന, എതിർപ്പ്, അസത്യം, അസമാധാനം, ഭീഷണി, ഭീകരത, കൊല, ഗുണ്ടായിസം, അസമത്വം, ജനദ്രോഹം, വിലക്കയറ്റം, രാഷ്ട്രീയ പക, സംഘർഷം, മതവിദ്വേഷം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നത് എന്തിന്? ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളെ നോക്കി സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന്. മുൻകാല കേരളത്തിലെ ഭരണം കുഴപ്പമില്ല. ജനക്ഷേമം, തൊഴിലില്ലായ്മ മുതലായ പ്രവൃത്തികൾ കണ്ടിട്ട് ദൈവം ചിരിക്കുന്നതാണോ? ഹല്ലേലൂയ. ദൈവം ചുമ്മാ ചിരിക്കുന്നതാണോ? അഴിമതി മുതൽ തട്ടിപ്പ്, വെട്ടിപ്പ്, ജനദ്രോഹം, പട്ടിണി, സമരം, ലാത്തിച്ചാർജ്, അടിപിടി, അക്രമം, ഇവിടത്തെ ബഹളങ്ങൾ കണ്ടിട്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മെ നോക്കി ചിരിക്കുകയാണ്. ചുമ്മാ ചിരിക്കുന്നതല്ല, പരിഹാസത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ ചിരിക്കുകയാണ്. ഭരണകർത്താക്കളുടെ ജനദ്രോഹ ഭരണത്തെ കണ്ടിട്ട് ദൈവം ഉഗ്രകോപത്തോടെ ഭ്രമിപ്പിക്കുന്നു, അതായത് തമ്മിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. 2026 ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിൽ ഇലക്ഷൻ നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരുന്നു. 10 കൊല്ലം ഭരിച്ച പിണറായി വീണ്ടും വരുമെന്ന് ദൃഢനിശ്ചയത്തോടെ ഉറപ്പിച്ചു. ജനം മുഴുവനും LDFിൻ്റെ പക്ഷത്തു തന്നെയെന്ന് വാഗ്ദാനങ്ങൾ നടത്തിയിരുന്നു. 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി 10 കൊല്ലം ഭരിച്ച പാർട്ടി കൂട്ടത്തോടെ തോൽക്കുകയും പ്രതിപക്ഷ പാർട്ടിയായ VD സതീശൻ നേതൃത്വ UDF 100-ൽ അധികം സീറ്റുകൾ കരസ്ഥമാക്കി. അപ്പോൾ VD സതീശൻ ആദ്യം പറഞ്ഞത്, ദൈവം എന്നെ ജയിപ്പിച്ചു. അപ്പം ദൈവം ജനങ്ങളെ എനിക്ക് അനുകൂലമാക്കി ജയിപ്പിച്ചു. എന്നിട്ടും ഭൂമിയിലെ, കേരളത്തിലെ ബഹളം തീർന്നിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആര്? ഹല്ലേലൂയ. അപ്പോൾ ത്രിമൂർത്തി മത്സരം. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നിട്ടും വീണ്ടും LDF തന്നെ അധികാരത്തിൽ വന്നു. അപ്പോൾ കോൺഗ്രസ്സിന് ഭരണ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി VD സതീശൻ നിയമിതനായി. ഭരണം കിട്ടിയില്ലെങ്കിലും ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായി തിളങ്ങി VD സതീശൻ. സാധാരണ നല്ല ഭരണം കാഴ്ചവെച്ചാണ് മുഖ്യമന്ത്രിമാർ തിളങ്ങുന്നത്. ദൈവഭയത്തിൽ സമാധാന മാർഗങ്ങൾ കാഴ്ചവെച്ച് ജനസ്വാധീനം VD സതീശൻ നേടിയെടുത്തു. UDF തൂത്തുവാരി റെക്കോർഡിട്ടു. നമ്മുടെ കുട്ടികളുടെയും നാടിൻ്റെയും ഭാവി തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. ഈ വോട്ടിൻ്റെ ബലത്തിലാണ്
ഭരണകർത്താക്കളിൽ നിന്നും നല്ല ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർന്നില്ല, ദൈവം വീണ്ടും ചിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 37 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. ഹല്ലേലൂയ. ഇവിടെ ദുഷ്ടനെതിരായി ദൈവത്തിൻ്റെ പരിഹാസ ചിരി മുഴങ്ങുന്നു. ദുഷ്ടന്റെ നാശം ആസന്നമാണെന്ന് ദൈവത്തിന് നന്നായി അറിയാം. നീതിമാനെ കടിച്ചു തിന്നാൻ കിട്ടാത്തതു മൂലം അവൻ്റെ നേരെ പല്ലുകടിക്കുന്നു. ദുഷ്ടന്റെ വാൾ സ്വന്തം നാശത്തിനായി ദൈവം തിരിച്ചുവിടും. വിശുദ്ധ ബൈബിളിലെ എസ്തേറിൻ്റെ പുസ്തകത്തിലെ ദുഷ്ടനായ ഹാമാനെയും, ഹല്ലേലൂയ, ശൗലിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അവരുടെ പരാജയം, ഹല്ലേലൂയ, 10 കൊല്ലവും ദൈവം വിധിയെഴുതി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി. VD സതീശനും രമേശ് ചെന്നിത്തലയും മൂന്നാമത് KC വേണുഗോപാലും. ഹല്ലേലൂയ. അപ്പം VD സതീശന് എതിരായുള്ള 2 പേരുടെ വെല്ലുവിളി 5 കൊല്ലം പാടുപെട്ടവന് എതിരെയുള്ള അത്യന്ത അദൃശ്യ ശക്തികളുടെ പോരാട്ടം. ഹല്ലേലൂയ. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് എതിരെ കളിയാക്കി ഭരണപക്ഷത്തെ എതിർക്കാൻ കഴിവില്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാക്കി പിണറായി സർക്കാരിനെ മറിച്ചിടാൻ ദിവസവും അടിപിടി ഉണ്ടാക്കാത്ത കഴിവില്ലാത്ത നേതാവാണ് VD സതീശനെന്ന് ആക്ഷേപിച്ചു നടന്ന കോൺഗ്രസ്സുകാരുടെ ഒരു വിഭാഗം. ഒരു പക്ഷം കോൺഗ്രസ്സുകാർക്ക് VD സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഇവരെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ VD സതീശനെ സ്വർഗത്തിലെ ദൈവം മാനിച്ചു നടത്തി വിജയം സ്വന്തം കൈകളിൽ നൽകി. 2026 മെയ് മാസം 4-ാം തീയതി തുടങ്ങിയ മുഖ്യമന്ത്രി കസേര കളി മത്സരത്തിൽ അനർഹരെ നോക്കി ദൈവം പരിഹസിച്ചു. ന്യായം മറിച്ചു കളയുന്ന ഉയർന്ന ഭരണകർത്താക്കളെ നീതിയോടെ ജനമുമ്പാകെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെ തന്നെ മുഖ്യമന്ത്രി പദവി നൽകി ദൈവം മാനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അനീതിക്ക് കൂട്ടുനിന്നാൽ കോൺഗ്രസ് പാർട്ടി 3ആയി പിളർന്ന് നേതാക്കളെ ജനം നല്ല പാഠം പഠിപ്പിക്കും, തറ പറ്റിക്കും. പിണറായി വിജയന് സംഭവിച്ചതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി. ഹല്ലേലൂയ. ആരെങ്കിലും ഇനി പിണറായി വിജയന് എതിരെ യൂട്യൂബിൽ പ്രസംഗിച്ചാൽ, പോസ്റ്റിട്ടാൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് കള്ളക്കേസുണ്ടാക്കി ജയിലിലിടുമോ? പിണറായി സർക്കാരിൻ്റെ ഏക ആധിപത്യ ഭരണം ദൈവം തറ പറ്റിച്ചു. ശരിക്കും ഇപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രരായത്. സദൃശ്യവാക്യങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടരുത്. ഏത്? ഹല്ലേലൂയ. അനർത്ഥ ദിവസങ്ങൾ വന്നാലും അതിനെ നമ്മൾ നേരിടണം. ഏത് ഗവൺമെൻറ് നമുക്ക് എതിരെ ആഞ്ഞടിച്ചാലും, ഹല്ലേലൂയ,
ആ ദിവസങ്ങളിൽ നമ്മൾ ഭയപ്പെടരുത്. ശരിയായ ദിശാബോധം ജനങ്ങളിൽ എത്തിക്കുന്ന തീരുമാനം VD സതീശൻ എന്ന കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രി അത് നമുക്ക് ഹല്ലേലൂയ നടത്തി തരും എന്ന ശുഭവിശ്വാസത്തോടുകൂടി VD സതീശനെ തിരഞ്ഞെടുത്ത കേരളത്തിലെ ജനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.